ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽനാരായണീയം. ദശകം 50. വത്സാസുരന്റെയും ബകാസുരന്റെയും വധം. കണ്ണീനോ കർപ്പൂരമായ മെയ്യഴകോലുന്ന കണ്ണൻ വണ്ടിൻ കൂട്ടം മുരളുന്ന വൃന്ദാവനത്തിൽ രാമനൊപ്പം മുരളിയും കാലിക്കോലും കയ്യിലേന്തി കാലിക്കൂട്ടത്തിനെ ഭംഗ്യാമേച്ചു നടന്നു. ലക്ഷ്മി ദേവി തൻ്റെ കരമലർ കൊണ്ടു തലോടുന്ന ലക്ഷ്മീപതിയവിടുത്തെ പാദപങ്കജ സ്പർശനത്താൽ സർവജീവ ജാലങ്ങൾക്കും സമ്പത്തേറി സർവൈശ്വര്യ സമൃദ്ധമായി വൃന്ദാവനവും. പുല്ലോ തിങ്ങും കാട്ടിനുള്ളിൽ യമുനതൻ തീരങ്ങളിൽ പുല്ലാങ്കുഴലൂരി കൃഷ്ണൻ പൈക്കളെ മേച്ചു. പശുക്കിടാവിൻ്റെ രൂപം ധരിച്ചോരു അസുരനെ പശുപതി പൂജിതനാം അങ്ങു കണ്ടെത്തി. കൂടെ കൂടെ വാലിളക്കി കഴുത്തു തിരിച്ചു നോക്കി കുതിച്ചു പാഞ്ഞു നടക്കും അസുരൻ തൻ്റെ കാൽ പീഡിച്ചു ഭഗവാനും പലവട്ടം ചുഴറ്റിനാൻ കാലപൂരിക്കെത്തിയവൻ നിന്റെ കാരുണ്യത്താൽ. ജന്മനാൽ ദുഷ്ടനായോരാ മഹാസൂരൻ ഘോരപാപി കാടുമൂടിച്ചും കൊണ്ടങ്ങു താഴെ പതിച്ചു. വന്മരങ്ങൾ അനവധി തകർന്നു തരിപ്പണമായി വാനിൽ സുരർ പുഷ്പമഴ തീർത്തു മോദത്താൽ. പുരുഷോത്തമനാം നിന്റെ തലയിൽ പതിച്ച നല്ല പൂക്കൾ കണ്ടു ഗോപാലന്മാർ അത്ഭുതം പൂണ്ടു. തകർന്ന മരങ്ങളിൽ നിന്നുയർന്നുതർന്നീ പുഷ്പങ്ങൾ താമരക്കണ്ണൻ പറഞ്ഞു ചിരിച്ചുവല്ലോ. ചുട്ടുപൊള്ളും വെയിലായി വേനൽക്കാലതിന് മുന്നിൽ ദാഹം തീർക്കാൻ കാളിന്തിയിൽ എത്തി കണ്ണനും. മറ്റൊരു കൈലാസമെന്ന പോലെ ചിറ കാട്ടി നിൽക്കും കൊറ്റിയൊന്നിനെ കണ്ടെത്തി ഗോപബാലന്മാർ. അച്യുതനെ വിഴുങ്ങിയ കൊറ്റിയുടൻ കക്കിയതു അഗ്നിഗോളം വിഴുങ്ങിയ മനുജനെ പോൽ. മൂർച്ചയേറും കൊക്കുകൊണ്ട് ആക്രമിച്ചപ്പോൾ കൊക്കു കീറി മുകുന്ദനോ കൊറ്റി തൻ്റെ ജീവനെടുത്തു. സോദരിയം പൂതനയെ ഉടൻ തന്നെ കാണുവാനോ സോദരനം അഘൻ തന്നെ കാത്തിരിക്കാനോ ഭഗൻ യമപുരി പുകി പൂമഴ പെയ്തു ദേവകൾ ബലഭദ്ര സോദരനോ ഗൃഹത്തിലെത്തി. ഗോപബാല വീടുത്തെ കുഴൽ വീണി കേൾക്കും നേരം ഗോപസ്ത്രീകൾ ഓടിയെത്തും ആമദത്തോടെ. മാതാപിതാക്കന്മാർക്കെന്നും ആനന്ദം നൽകുന്ന ദേവാ മാരുദേശ മമ രോഗം മാറ്റിത്തരണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.